അഹമ്മദാബാദ് വിമാനാപകടം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയുടെ ആദ്യ യോഗം നാളെ ചേരും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് സമിതി. ദുരന്തത്തിൽ മരിച്ച നിരവധി പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 3 വിദ്യാർത്ഥികളുടെ മൃതദേഹം ഇതിനോടകം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകി. കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധനകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ, കാര്യങ്ങൾ ഇപ്പോൾ ബലപ്പെടുകയാണ്. കാരണം ഈ വിമാനം അപകടമുണ്ടായപ്പോൾ ഇന്ന് വന്ന പുതിയ വിവരമനുസരിച്ച് ഈ വിമാനം ഇടിച്ചിറങ്ങിയ ഫ്ലാറ്റ്, ആ BJ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന കെട്ടിടമടക്കം അത് അനധികൃത നിർമ്മിതിയാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അന്വേഷണം അതിൻ്റെ ആദ്യ സിറ്റിംഗ് നാളെ ചേരുകയുമാണ്. നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. ഒന്ന്, ഈ DGCAയുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ വിമാന കമ്പനികളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിമാന കമ്പനികളുടെ അധികാരങ്ങളിൽ കൈകടത്തുന്നതിനുള്ള DGCAയുടെ പരിമിതി അടക്കമുള്ള വിഷയങ്ങൾ ഇതിനകം ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഉന്നതതല സമിതിയുടെ ആദ്യത്തെ യോഗം നാളെ ചേരാനിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അറിയേണ്ടത്, ഇന്നലെ തന്നെ 11 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. DNA പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെയും കൂടുതൽ വിവരങ്ങൾ എന്താണ്? സിജു, തീർച്ചയായും അഹമ്മദാബാദിലെ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഈ വിമാനത്തിന് എഞ്ചിൻ തകരാറുണ്ടാവുകയും പിന്നീട് അടിയന്തര സാഹചര്യത്തിൽ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ അപാകതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്ന ചില സംശയങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്. അതിനായി ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചുമതലയിൽ ഒരു സമിതിയെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമിതിയുടെ ആദ്യ യോഗമാണ് നാളെ നടക്കുക. അഹമ്മദാബാദിൽ വെച്ചായിരിക്കും ഈ യോഗം ചേരുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഈ അപകടത്തെ തുടർന്നുണ്ടായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കായിരിക്കും ഈ യോഗം എത്തിച്ചേരുക. പ്രധാനമായും അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. പ്രധാനമായും ATCയിൽ നിന്നും കോക്പിറ്റിലേക്ക് നൽകിയ സന്ദേശങ്ങൾ, മെയ്ഡേ സന്ദേശം പൈലറ്റ് നൽകിയിരുന്നു. പിന്നീട് അത് തിരിച്ചു നൽകിയെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ വിമാനത്തിന് ആവുകയും ചെയ്തിട്ടില്ല. അതേസമയം ചില സാങ്കേതിക തകരാർ കൂടി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത്തരത്തിൽ എന്തൊക്കെയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്നിവ പ്രധാനമായും കണ്ടെത്തുകയാണ് ഈ ആഭ്യന്തര സമിതിയുടെ ചുമതല എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇതിൽ പരിശോധന നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആദ്യ യോഗമാണ് നാളെ ചേരുക. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DNA പരിശോധനകൾ വേഗത്തിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സിവിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനോടകം തന്നെ 200-ലധികം കുടുംബാംഗങ്ങളുടെ സാമ്പിളുകൾ, അതായത് DNA സാമ്പിളുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളി കൂടിയായിട്ടുള്ള നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ എത്തിയിരുന്നു. അദ്ദേഹവും DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. 72 മണിക്കൂറോളമാണ് ഈ DNA പരിശോധനയുടെ ഫലം ലഭ്യമാകാൻ വേണ്ട സമയം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം നേരത്തെ കഴിഞ്ഞ ദിവസം 11 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ 19 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഏറെ വലിയ വാർത്ത കൂടി വരികയാണ്. കാരണം നിരവധി DNA പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഹോസ്റ്റലിൽ മരിച്ച വിദ്യാർത്ഥികളും അതോടൊപ്പം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെയും ബന്ധുക്കൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവരുടെ എല്ലാം DNA പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷീദ് നൽകിയ വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം 11 പേരുടേത്, ഇന്ന് 19 പേരുടെ കൂടി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും 210ഓളം പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. അവരുടെ എല്ലാ ബന്ധുക്കൾ എത്തിക്കഴിഞ്ഞോടെ? സിജു, തീർച്ചയായും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള യാത്രക്കാരുടെ, അതായത് ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവർക്ക് DNA പരിശോധനയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ റഷീദ്, അഹമ്മദാബാദ് വിമാനാപകടത്തിലെ ഉന്നതതല സമിതിയുടെ അന്വേഷണം ആദ്യ യോഗം നാളെ ചേരുകയും ചെയ്യും.